ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് പ്രധാനമന്ത്രി ആ ദുരന്ത മേഖലയിൽ ആകാശ നിരീക്ഷണം നടത്തുന്നതിൻ്റെതാണ്. ഹെലികോപ്റ്ററിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ നമുക്ക് കാണാം. പ്രധാനമന്ത്രി ഏതാണ്ട് മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, ചൂരൽമല, വെള്ളാർമല ആ മേഖലയിലൂടെയാണ് ആകാശ നിരീക്ഷണം നടത്തിയത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇത് ചീഫ് സെക്രട്ടറി അദ്ദേഹത്തെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. എത്ര വലിയ ആഘാതമാണ് ആ മേഖലയിൽ ഈ ദുരന്തം ഉണ്ടാക്കിയത് എന്നതിൻ്റെ ഒരു നേർചിത്രം ഈ ആകാശ ദൃശ്യങ്ങളിൽ നിന്ന് പ്രധാനമന്ത്രിക്ക് ബോധ്യപ്പെടുമെന്നാണ് കരുതുന്നത്. ഒപ്പം അദ്ദേഹത്തിന് ആ മേഖലയുടെ ഗ്രൗണ്ടിലെ ചിത്രങ്ങൾ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. തകർന്ന വീടുകൾ, പൊതു കെട്ടിടങ്ങൾ, സ്കൂളുകൾ, റോഡുകളൊക്കെ തകർന്നതിൻ്റെ മുണ്ടക്കൈ അതുപോലെ തന്നെ പുഞ്ചിരിമട്ടം ഭാഗമാണ്. അതിൻ്റെ ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രങ്ങളുടെ തൊട്ടു താഴെയുള്ള ദൃശ്യങ്ങളായിരുന്നു നമ്മൾ കണ്ടത്. ഇതേതാണ്ട് ആ പുഞ്ചിരിമട്ടം ഭാഗത്തേക്ക് കുറെ കൂടി ഉയർന്ന ഭാഗത്തേക്കുള്ള ഹെലികോപ്റ്റർ യാത്രയിൽ പ്രധാനമന്ത്രി ദൃശ്യങ്ങൾ കാണുന്നതാണ്. ആകാശ ദൃശ്യങ്ങളാണ് കണ്ടത്. ഹെലികോപ്റ്ററിൽ നിന്ന് അദ്ദേഹം ആ മേഖലയാകെ കാണുന്നുണ്ട്. ഉരുൾപൊട്ടി വളരെ താഴേക്കൊഴുകി ആ ഭാഗത്തുണ്ടായിരുന്ന സകലതിനെയും തൂത്തെറിഞ്ഞ് മുന്നോട്ട് പോയതിൻ്റെ അതിലൊക്കെ ഏതാണ്ട് ഒരു മൺകൂമ്പാരമായി. നേരത്തെ ഒരു റിപ്പോർട്ട് പറഞ്ഞത് 3000 സ്ക്വയർ ഫീറ്റ് വലിപ്പത്തിൽ കെട്ടിയുണ്ടാക്കിയിരുന്ന ഒരു വലിയ വീടിൻ്റെ അസ്ഥിവാരം പോലും അവിടെ ഇല്ല എന്നാണ് ജില്ലാ ഭരണകൂടത്തിന് ഒരു ഏജൻസി കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത്. പുനരധിവാസവുമൊക്കെയായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ പറയുന്നത് ഏതാണ്ട് 350-ലധികം വീടുകളാണ് ആ മേഖലയിൽ തകർന്നത്. വീടുകൾ മാത്രം. ഒപ്പം തന്നെ പൊതു കെട്ടിടങ്ങൾ, അതിൽ സ്കൂളുകളുണ്ട്, സർക്കാർ ഓഫീസുകളുണ്ട്, അങ്ങനെ പൊതു കെട്ടിടങ്ങളുണ്ട്. റോഡുകൾ, ചെറുതും വലുതുമായ റോഡുകളടക്കം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ആ മേഖലയിലെ ആകാശ നിരീക്ഷണമാണ് പ്രധാനമന്ത്രി നടത്തിയത്. അതിൽ പ്രധാനമന്ത്രിക്ക് ആ കാര്യങ്ങൾ, ഈ അപകടത്തിൻ്റെ ദുരന്തത്തിൻ്റെ എത്ര തീവ്രത, എത്ര വലുതായിരുന്നു എന്ന് വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട് ചീഫ് സെക്രട്ടറി. മുഖ്യമന്ത്രിയെയും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ദുരന്ത ഭൂമിയിൽ ഏതാണ്ട് നേരത്തെ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് നേരെ ഈ ദുരന്ത ഭൂമിയിലെ അതിലെ വ്യോമ നിരീക്ഷണം നടത്തുകയായിരുന്നു പ്രധാനമന്ത്രിയും സംഘവും ചെയ്തത്. അതിൽ ആദ്യം ചൂരൽമല ഭാഗത്ത്, പിന്നെ മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, അതിനുശേഷം വെള്ളാർമല, ഈ മേഖലകളിലാകെ ആ സംഘം യാത്ര ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ദുരന്ത മുഖത്തെ കാഴ്ചകൾ ആകാശത്ത് നിരീക്ഷണത്തിലൂടെ പ്രധാനമന്ത്രിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഒരു പുനരധിവാസ പാക്കേജ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് പ്രധാനമന്ത്രി നേരത്തെ ആകാശ നിരീക്ഷണം നടത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ്. ഷഹദ്, ഇപ്പോൾ പ്രധാനമന്ത്രി ആകാശ നിരീക്ഷണം നടത്തുന്നതിൻ്റെ മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, വെള്ളാർമല, ചൂരൽമല മേഖലയിലൂടെ യാത്ര ചെയ്തതിൽ അദ്ദേഹം ആ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങൾ, അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകർക്ക് കാണിക്കുന്നത്. ഇപ്പോൾ എന്താണ് മേപ്പാടിയിൽ നൽകാൻ കഴിയുന്ന വിവരം? ചൂരൽമലയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ സംഘം? വിജയകുമാർ, ഇപ്പോഴത്തെ ചൂരൽമലയിലേക്ക് കയറുകയാണ് പ്രധാനമന്ത്രിയുടെ വാഹനം. അതിപ്പോൾ മുഖ്യമന്ത്രിയുണ്ട്, അതുപോലെ തന്നെ ഗവർണറുണ്ട്, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുണ്ട്. ഇപ്പോൾ മേപ്പാടി ടൗൺ വഴി ചൂരൽമലയിലേക്ക് കയറുകയാണ് ഇപ്പോൾ ഈ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് സേനാ അംഗങ്ങളൊക്കെ തന്നെ ഈ പ്രധാനമന്ത്രിയുടെ വാഹനത്തിനൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം എന്നുള്ളതാണ്. ആളുകൾ പ്രധാനമന്ത്രിയെ ഇങ്ങനെ കൈകൊണ്ട് ടാറ്റ കാണിച്ച്, അല്ലെങ്കിൽ കൈകൊണ്ട് ഇത്തരത്തിൽ കാണിച്ചുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് പോയിരിക്കുന്നു എന്നുള്ളതാണ്. മേപ്പാടിയിൽ നിന്ന് ഇപ്പോൾ ചൂരൽമലയിലേക്ക് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ചൂരൽമലയിലേക്കുള്ള യാത്ര അത് കുറച്ച് സമയമെടുക്കും എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ വന്ന റോഡുകളുടെ അത്ര സുഗമമായിട്ടുള്ള റോഡല്ല ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത്. പ്രത്യേകിച്ച് പല റോഡുകളിലും പണികൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ചെറിയ ഇടുങ്ങിയ റോഡുകളാണ്. പലയിടങ്ങളിലും ഈ മണ്ണ് ഇടിഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ കുറച്ച് ദുർഘടം പിടിച്ച റോഡാണ്. അപ്പോൾ ആ റോഡ് വഴി ചൂരൽമലയിലേക്ക് പോവുക എന്നുള്ളത് കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അല്പസമയത്തിനകം പ്രധാനമന്ത്രി, അത് കുറച്ചധികം സമയമെടുത്തായിരിക്കും പ്രധാനമന്ത്രി ഈ ചൂരൽമല മേഖലയിലേക്കും അതുപോലെ തന്നെ ഈ മേഖലയിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് പോയിരിക്കുന്നു എന്നുള്ളതാണ്. അത് മേപ്പാടി ടൗണിൽ നിന്ന് ടൗൺ കടന്ന് ചൂരൽമലയിലേക്ക് പോവുകയാണ് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ ഷഹദ് നിൽക്കുന്നത് മേപ്പാടിയിലായിരുന്നു. ഷഹദിൻ്റെയൊക്കെ മുന്നിലൂടെ ഇപ്പോൾ ചൂരൽമല ഭാഗത്തേക്ക്
ആ വാഹന വ്യൂഹം നീങ്ങുകയാണ്. ഒരു ഭാഗത്ത് തേയിലത്തോട്ടമുണ്ട്. കുറെ കൂടി ദുഷ്കരമായിരിക്കും ഈ ചൂരൽമലയിലേക്ക് മേപ്പാടിയിൽ നിന്നുള്ള പ്രധാനമന്ത്രിയുടെ യാത്ര. ഈ വഴിയിലാണ് പുത്തുമല, നേരത്തെ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ പുത്തുമല. ഇവിടെ നിന്ന് കുറെ കൂടി മുന്നോട്ട് പോകുമ്പോൾ, അതായത് ചൂരൽമല എത്തുന്നതിന് മുമ്പാണ് പുത്തുമല. അപ്പോൾ ആ ദുരന്തമുണ്ടായ ആ മേഖലയിലൂടെ ആണ് ഈ യാത്ര. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം ഇപ്പോൾ നീങ്ങുന്നത്. വഴിയരികിൽ കാത്തുനിന്ന ആളുകളെ അഭിവാദ്യം ചെയ്താണ് പ്രധാനമന്ത്രി കടന്നുപോയത് എന്ന് നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു ഷഹദ്. ആ വാഹന വ്യൂഹം മേപ്പാടിയിൽ നിന്ന് ചൂരൽമലയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. നേരത്തെ കണ്ടിരുന്നു പ്രധാനമന്ത്രി വ്യോമ നിരീക്ഷണം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ. ഇതിനോടകം മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, വെള്ളാർമല, ചൂരൽമല ഈ മേഖലയിൽ ആകാശ നിരീക്ഷണം നടത്തി. അവിടെ ദുരന്തബാധിത മേഖലകളിൽ എത്ര വലിയ നാശം ഈ ഉരുൾപൊട്ടൽ ഉണ്ടാക്കി എന്നതിൻ്റെ ആകാശ നിരീക്ഷണത്തിലൂടെ, ഏരിയൽ സർവേയിലൂടെ പ്രധാനമന്ത്രിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ നേരത്തെ മേപ്പാടിയിലൂടെ ആ വാഹന വ്യൂഹം കടന്നുപോയതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മേപ്പാടി ടൗണിൽ ബാരിക്കേഡുകളൊക്കെ ഉയർത്തി ആളുകൾ ഒരു ഭാഗത്തേക്ക്, ഒരു സൈഡിലേക്ക് ജനങ്ങളെയൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അങ്ങനെ മേപ്പാടി ടൗണിൽ നിന്ന് താഴേക്ക് കുറച്ച് താഴെ ഇറങ്ങിയാണ് ചൂരൽമലയിലേക്കുള്ള ആ കയറ്റം തുടങ്ങുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ചൂരൽമല, മേപ്പാടിയിൽ നിന്ന് ചൂരൽമലയിലേക്കുള്ള റോഡിൻ്റെ കുറച്ച് ഭാഗം കുറേ തകർന്നും അതുപോലെ പുനർനിർമ്മാണത്തിൻ്റെയൊക്കെ ഭാഗമായി നേരത്തെ അവിടെ പുത്തുമല അപകടത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അവിടെ കുറേ ഭാഗത്ത് പുനർനിർമ്മാണം നടക്കുന്നുണ്ട്. അതിനൊപ്പമാണ്, ആ ഭാഗത്തുകൂടിയാണ് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം ഇനിയിപ്പോൾ ചൂരൽമലയിലേക്ക് നീങ്ങുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ചീഫ് സെക്രട്ടറി, പിന്നെ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ ഒക്കെ അദ്ദേഹത്തോടൊപ്പമുണ്ട്. ഇത് നേരത്തെ നമ്മൾ കണ്ടതാണ് ആകാശ നിരീക്ഷണത്തിൻ്റെ ദൃശ്യങ്ങൾ. ചീഫ് സെക്രട്ടറി അപകട മേഖലയിൽ എന്തൊക്കെയാണ് അവിടെ ഉണ്ടായത് അത് വിശദീകരിച്ചു കൊടുക്കുകയാണ്. മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, ചൂരൽമല, വെള്ളാർമല ഈ 4 പ്രദേശങ്ങളിലാണ് പ്രധാനമായും ഏറ്റവും കൂടുതൽ അപകടമുണ്ടായത്. ആ മേഖലയിലൂടെയായിരുന്നു വ്യോമ നിരീക്ഷണം നടത്തിയത് പ്രധാനമന്ത്രി. ആ ഘട്ടത്തിൽ ചീഫ് സെക്രട്ടറിയാണ് പ്രധാനമന്ത്രിക്ക് അവിടുത്തെ സാഹചര്യം വിശദീകരിച്ചു കൊടുത്തത്. അതിൻ്റെ ചിത്രങ്ങളടക്കം അവിടെ ഗ്രൗണ്ടിലെ വീടുകൾ തകർന്നത്, സ്കൂളുകൾ, അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകൾ, മറ്റു പൊതുസ്ഥാപനങ്ങളൊക്കെ തകർന്നത്, അതിൻ്റെ ചിത്രങ്ങളൊക്കെ പ്രധാനമന്ത്രി പരിശോധിക്കുകയും ചെയ്തു. ഈ ചൂരൽമലയിലെ സന്ദർശനത്തിനിടയിലായിരിക്കും പ്രധാനമന്ത്രി ബെയ്ലി പാലത്തിലൂടെ യാത്ര ചെയ്യുന്നത്. ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണത്തിൽ പങ്കാളികളായ മദ്രാസ് റെജിമെൻറ്റിലെ എഞ്ചിനീയറിംഗ് യൂണിറ്റ് ഉണ്ട്. അവിടുത്തെ സേനാംഗങ്ങളുമായി സംസാരിക്കും. അവർ തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഈ മുണ്ടക്കൈയിൽ കുടുങ്ങിയ ആളുകളെ ഒക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് റോപ്പ് ഒക്കെ തയ്യാറാക്കിയത്. ഒപ്പം അന്ന് മൃതദേഹം അവിടെ റോപ്പിലൂടെയായിരുന്നു ഇവിടെ താഴേക്ക് കൊണ്ടുവന്നത്, വെള്ളാർമലയിലേക്കും ഒക്കെ കൊണ്ടുവന്നത്. അതിനുശേഷം ആ ഭാഗത്ത് നിന്ന് പിന്നീട് ആശുപത്രിയിലേക്കൊക്കെ മാറ്റുകയായിരുന്നു. പരിക്കേറ്റവരെയും ആദ്യഘട്ടത്തിൽ, താൽക്കാലിക പാലം വരുന്നതിന് മുൻപ് ആദ്യഘട്ടത്തിൽ ഈ റോപ്പിലൂടെ കൊണ്ടുവരുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. സാഹസിക യാത്രയായിരുന്നു. അതിനൊക്കെ ഒരുക്കങ്ങൾ നടത്തിയ സേനാംഗങ്ങളെ പ്രധാനമന്ത്രി അവിടുന്ന് കാണുന്നുണ്ട്. വിവിധ സേനാ വിഭാഗങ്ങൾ അവിടെയുണ്ട്. പ്രധാനമന്ത്രിയെ കാണുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം മേപ്പാടിയിൽ നിന്ന് ചൂരൽമലയിലേക്കുള്ള യാത്ര തുടരുകയാണ്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ചൂരൽമലയിൽ പ്രധാനമന്ത്രി എത്തും. അവിടെ ബെയ്ലി പാലത്തിലൂടെ യാത്ര നടത്തും. രക്ഷാദൗത്യത്തിൽ പങ്കെടുത്തവരെ പ്രധാനമന്ത്രി കാണുന്നുണ്ട്, അവരുമായി സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം വിംസ് ആശുപത്രിയിൽ പ്രധാനമന്ത്രി എത്തുന്നുണ്ട്. അവിടുത്തെ ഏതാണ്ട് 20-25 ആളുകൾ ഉള്ള ഒരു വാർഡിലേക്കാണ്, 25 പേർ അവിടെ ചികിത്സയിൽ കഴിയുന്ന വാർഡിൽ പ്രധാനമന്ത്രി രോഗികളെ, പരിക്കേറ്റവരെ, അവിടെ ചികിത്സയിലുള്ളവരെ കാണുന്നുണ്ട്, അവരുമായി സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം തൊട്ടടുത്തുള്ള സെന്റ് ജോസഫ് സ്കൂള്, അതൊരു ക്യാമ്പാണ്. ആ ക്യാമ്പിൽ പ്രധാനമന്ത്രി എത്തും. അവിടെ 5 പേരുമായി പ്രധാനമന്ത്രി സംസാരിക്കുന്നുണ്ട്. അവർ നേരിട്ട ദുരിതം മുതൽ ഒരാൾ മണിക്കൂറുകളോളം ചെളിയിൽ പുതഞ്ഞു നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തെ രക്ഷാപ്രവർത്തകർ അവിടെ നിന്ന് കൊണ്ടുവരികയായിരുന്നു. അദ്ദേഹത്തിന് പിന്നീട് പരിക്കേൽക്കുകയും ചികിത്സ തേടുകയും ഒക്കെ ചെയ്തു. നട്ടലിന് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തു. അദ്ദേഹമുണ്ടോ ഒഡീഷയിൽ നിന്ന് ഇവിടെ എത്തിയ ഒരാൾ അപകടത്തിൽപ്പെട്ടു, ഇപ്പോഴും അവിടെയുണ്ട്, ക്യാമ്പിലുണ്ട്, കാണുന്നുണ്ട്, അവരെയൊക്കെ കാണുന്നുണ്ട്. അതിനുശേഷമായിരിക്കും കളക്ടറേറ്റിലെ അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന. അവലോകന യോഗത്തിൽ ഇതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാകും, ചീഫ് സെക്രട്ടറി നടത്തുമെന്നാണ് മനസ്സിലാകുന്നത്. കേരളത്തിൻ്റെ ഒരു നിവേദനം ഔദ്യോഗികമായി പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി അവിടുന്ന് കൈമാറും. എന്തെങ്കിലും ഒരു തീരുമാനം ഇവിടെ നിന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമോ അറിയിക്കുമോ എന്നറിയില്ല. ഡൽഹിയിലായിരിക്കുമോ അക്കാര്യത്തിലെ തുടർ നീക്കങ്ങൾ, തുടർ ചർച്ചകൾ എന്നതിൽ വ്യക്തതയില്ല. ഇതാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൻ്റെ ചുരുക്കം. ഇനിയുള്ള മണിക്കൂറുകളിൽ ഏതാണ്ട് 3 മണി വരെ അവിടെ ഉണ്ടാകും. 3-3.5 മണിക്കൂർ പ്രധാനമന്ത്രി ഈ ദുരന്ത മേഖലയിലും അനുബന്ധ പ്രദേശങ്ങളിലുമായി ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്.
സജോ ദേവസ്യ ഇപ്പോൾ വിവരങ്ങളുമായി ചേരും. സജോ ഏതു ഭാഗത്താണുള്ളത്? പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം നമ്മൾ കണ്ടത് മേപ്പാടിയിൽ നിന്ന് ചൂരൽമലയിലേക്ക് നീങ്ങുന്നതാണ്. അല്പസമയത്തിനകം ചൂരൽമലയിലെത്തും. എന്തൊക്കെയാണ് സജോയ്ക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ?